നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലയിലെ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പി ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം VB അശോകൻ ചടങ്ങിൽ അധ്യക്ഷനായി. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും നടത്തി. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 5-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, കുട്ടികളുടെ അവകാശം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിവരുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ഈ മാസം 3-4 തീയതികളിൽ ആലപ്പുഴയിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. ജില്ലയിലെ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പി ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം VB അശോകൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലയിലെ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പി ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. അതിനുവേണ്ടി വരുന്ന ചികിത്സാ ചെലവ് വളരെ വലുതാണ്. അതുകൊണ്ട് ക്ഷേമനിധിയിൽ ഏറ്റവും പ്രധാനമായും ഏത് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ചികിത്സാ സഹായം, അതിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇതിനകം തന്നെ നമുക്ക് പെൻഷനുണ്ട്, യൂണിഫോമുണ്ട്, മരണാനന്തര ധനസഹായമുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുണ്ട്. പരിമിതമാണെങ്കിൽ പോലും ഇത്തരത്തിലേക്കുള്ള കുറേ അധികം സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ ഇവിടെ നൽകിക്കൊണ്ടാണ് ഈ ബോർഡിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൊണ്ടൻകുളങ്ങര ഗൗരി റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം VB അശോകൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ അധ്യക്ഷ KK ജയമ്മ, ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ PB വിനോദ്, ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമ ഓഫീസർ ജോഷിമോൻ K അലക്സ്, ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ BS അഫ്സൽ, K ദേവദാസ്, PU അബ്ദുൽ കലാം, PR സജീവ്, CB ഷജീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി സീനിയർ സിവിൽ ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. പഠിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു വരുന്ന ഒരു കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ മറ്റ് കുട്ടികളോടൊപ്പം സാധാരണ നിലയിൽ കളിക്കാനോ മറ്റ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥ. അപ്പോൾ ശരിയായ ബോധവൽക്കരണം ഇപ്പോഴും പൊതുജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ 1988 തുടങ്ങിയ ഈ യജ്ഞം 2024 എത്തി നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പൊതുജനങ്ങളിലേക്ക് ഇതിനെ സംബന്ധിക്കുന്ന ശരിയായ ഒരു വിവരം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനായിട്ടുള്ളത്. ഉദ്ഘാടനത്തെ തുടർന്ന് ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും പ്രമോദ് മുരളി വിതരണം ചെയ്തു. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി അധ്യക്ഷത വഹിച്ചു. ഫിസിഷ്യൻ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ, നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ, ലാബ് ടെക്നീഷ്യൻ V ജയറാം എന്നിവർ സംസാരിച്ചു. ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ എയ്ഡ്സ് ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ ചടങ്ങിന് സ്വാഗതവും ഡോക്ടർ മനീഷ് നായർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് അവകാശങ്ങളുടെ പാത തിരഞ്ഞെടുക്കൂ എന്ന വിഷയത്തെ അധികരിച്ച് ആലപ്പുഴ ബാർ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ദേവി R രാജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ക്ലാസിനെ തുടർന്ന് ചേർത്തല SH കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും വേദിയിൽ അവതരിപ്പിച്ചു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
താലൂക്ക് സമ്മേളനവും കുടുംബസംഗമവും നടത്തി. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം ജെൻഡർ പാർക്ക് ഹാളിലെ എസ് രാമചന്ദ്രൻ നഗറിൽ സംഘടിപ്പിച്ച പരിപാടി കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി പറഞ്ഞാൽ ഭക്ഷ്യമേഖലയിൽ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരാണ് റേഷൻ ലൈസൻസ്. എന്നാൽ ആ ഒരു പരിഗണന നമ്മുടെ കേരളത്തിലെ റേഷൻ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന പരിശോധനയാണ് നാം നടത്തേണ്ടത്. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന കാർഡുടമകൾക്ക് രാജ്യത്തിന് തന്നെ മാതൃകയായ ഏറ്റവും സുശക്തമായ പൊതുവിതരണ ശൃംഖല നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന തരത്തിൽ ഏറ്റവും സുശക്തമായ ഈ പൊതുവിതരണ ശൃംഖലയിലെ പ്രധാനപ്പെട്ട ചുമതലക്കാർ, നടത്തിപ്പുകാർ എന്ന തരത്തിൽ റേഷൻ ലൈസൻസുകൾക്ക് വ്യാപാരികൾക്ക് അർഹമായ ഒരു പരിഗണന ലഭ്യമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. താലൂക്ക് പ്രസിഡന്റ് ഉദയകുമാർ ഷേണായി ചടങ്ങിൽ അധ്യക്ഷനായി. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കാരറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. KSRRDA സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ ഷിജീർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ ഉപാധ്യക്ഷൻ KS ആസിഫ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഉഴമലക്കൽ വേണുഗോപാൽ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു. താലൂക്ക് സപ്ലൈ ഓഫീസർ സേതുലക്ഷ്മി മുഖ്യാതിഥിയായി. എസ് ഹേമചന്ദ്രൻ, ടി ഹരികുമാർ, NK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ താലൂക്ക് ജനറൽ സെക്രട്ടറി KR ബൈജു ചടങ്ങിന് സ്വാഗതവും താലൂക്ക് സെക്രട്ടറി സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തെ തുടർന്ന് പ്രമുഖ മാന്ത്രികൻ ദീപുരാജിന്റെ നേതൃത്വത്തിൽ മിമ ഷോയും കുമാരി ദിൽന അമാനയുടെ ക്ലാസിക്കൽ ഡാൻസും മറ്റ് കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി. കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 5-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 5-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ കേരള കയർ വർക്കേഴ്സ് സെന്ററിൻ്റെ നേതൃത്വത്തിൽ ഡിസംബർ 5-ാം തീയതി കയർ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കുന്ന സൂചന പണിമുടക്കിനെക്കുറിച്ചാണ് ഈ പ്രസ് കോൺഫറൻസിൽ പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും കയർ തൊഴിലാളികളുടെ കൂലി നിശ്ചയിച്ചിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. കൂലി പുതുക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 240 രൂപ സൊസൈറ്റികളും അല്ലെങ്കിൽ ചെറുകിട ഉൽപ്പാദകരും അതിനോട് ചേർത്ത് ഗവൺമെൻറ് 110 രൂപ വരുമാനം ഉറപ്പ് പദ്ധതി ഇൻകം സപ്പോർട്ട് സ്കീമിൻ്റെ ഭാഗമായി അങ്ങനെ 350 രൂപയാണ് കയർ തൊഴിലാളികൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് കാലോചിതമായി പരിഷ്കരിക്കേണ്ട സമയം കഴിഞ്ഞു. കയർപിരി തൊഴിലാളികളുടെ കൂലി കാലോചിതമായി പരിഷ്കരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക തീർത്തു നൽകുക, ഉൽപ്പാദന മേഖലയിൽ IRC തീരുമാനം നടപ്പിലാക്കുക, കയർഫെഡ് മുഖേന ചകിരിക്ഷാമം പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കുക, തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ പണിമുടക്ക് സംഘടിപ്പിക്കുന്നതെന്ന് കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU സംസ്ഥാന പ്രസിഡന്റ് CB ചന്ദ്രബാബു, ജനറൽ സെക്രട്ടറി KK ഗണേശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിവരുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ഈ മാസം 3-4 തീയതികളിൽ ആലപ്പുഴയിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിവരുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ഈ മാസം 3-4 തീയതികളിൽ ആലപ്പുഴയിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ
പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്ന ഒരു ലഘുലേഖയാണ്, ഒരു ഓർഡറാണ്. ആ ഓർഡറിൽ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഈ വർഷം മുതൽ 30% എങ്കിലും മാർക്ക് ലഭിക്കാത്ത കുട്ടികളെ 8ാം ക്ലാസ്സിൽ അവരെ തോൽപ്പിക്കും. 9ാം ക്ലാസ്സിൽ വീണ്ടും 30% ഇല്ലാത്തവരെ തോൽപ്പിക്കും. 10ാം ക്ലാസ്സിൽ വീണ്ടും തോൽപ്പിക്കും. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താമെന്നൊരു ആശയമാണ് ആ ഓർഡർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിന് ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ്. ചൊവ്വാഴ്ച രാവിലെ 9:30 പൂച്ചാക്കലിൽ നിന്നും ആരംഭിക്കുന്ന വിദ്യാഭ്യാസ ജാഥ ബുധനാഴ്ച വൈകിട്ട് 5:30 ചാരുമൂട് സമാപിക്കും. യാത്രക്കിടയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും. നവംബർ 14 കാസർഗോഡ് നിന്നും ആരംഭിച്ച സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ഡിസംബർ 10 തിരുവനന്തപുരത്ത് സമാപിക്കുമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ടി പ്രദീപ്, ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ, മറ്റു ഭാരവാഹികൾ എന്നിവർ വാർത്താസമ്മേളനത്തിലാണ് അറിയിച്ചത്. കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്നും കൂൺ വിഷരഹിതമായ നല്ല ഭക്ഷ്യവസ്തുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. കൂൺ ഗ്രാമം സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്നും കൂൺ വിഷരഹിതമായ നല്ല ഭക്ഷ്യവസ്തുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൂൺ കൃഷിയെയും അതിന്റെ മൂല്യവർദ്ധക സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് 1 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ വരുമാനം നേടുന്ന കർഷകരുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന കൃഷി വകുപ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന രാഷ്ട്രീയ വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ചേർത്തല കൂൺ ഗ്രാമം സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിനധികം നമുക്ക് കീടനാശിനി വളപ്രയോഗങ്ങളൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് വിഷരഹിതമായ ഗുണമേന്മയുള്ള ഒരു ഭക്ഷണമായി കൂണിനെ കണക്കാക്കുന്നുണ്ട്. മുഹമ്മയിലെ കൂൺ ഗ്രാമം, അതായത് ചേർത്തല കൂൺ ഗ്രാമം പദ്ധതി നമ്മൾ മുഹമ്മയിൽ തുടങ്ങുന്നത് ഏതോ ഒരു പരിപാടി ഇങ്ങോട്ട് പോകുന്നു എന്നതിൽ കാണരുത്. നമുക്ക് ഇതിൻ്റെ കൃഷിക്കൂട്ടങ്ങളായി കൂൺ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിൽപ്പന നടത്താൻ പറ്റും, കൂടുതൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീടുകളിലെ ചടങ്ങുകൾക്കുൾപ്പെടെ നമ്മൾ ഇതിനൊരു പാചകത്തിൻ്റെ പരിശീലനം കിട്ടുന്ന ആൾക്കാരുണ്ട് എങ്കിൽ നമുക്ക് കൂൺ കട്ട്ലറ്റും കൂൺ കേക്കും കൂൺ പായസവും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി നമുക്ക് വിപണിയിൽ ഇറക്കാൻ പറ്റും. ചെറുതും വലുതുമായ നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് നമുക്കിതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി കേക്കുകളൊക്കെയാണ് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പിടിയും പലർക്കും ഇല്ല. സംസ്ഥാന കൃഷി വകുപ്പ് കൃഷിദർശൻ പരിപാടി വഴി കൃഷിഭൂമിയിൽ നിന്നുകൊണ്ട് 12 ഉത്തരവുകളാണ് ഇറക്കിയത്. കൂൺ കൃഷിയിലൂടെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ സംസ്ഥാനത്തെ കർഷകരുടെ സാന്നിധ്യത്തിലാണ് മന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കൂൺ ഉൽപാദന യൂണിറ്റുകളുടെ പ്രവർത്തനം, കൂൺ കൃഷിക്കൂട്ടങ്ങളുടെ രൂപീകരണ പ്രഖ്യാപനം, കൂൺ ഗ്രാമം പദ്ധതിയുടെ ലോഗോ പ്രകാശനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റെജി, സ്ഥിരം സമിതി അധ്യക്ഷരായ M ചന്ദ്ര, CD വിശ്വനാഥൻ, TN നസീമ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ, വാർഡ് മെമ്പർ നിഷ പ്രദീപ്, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ബി സ്മിത, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയിൽ അംഗങ്ങളാകുന്ന കർഷകർക്ക് പരിശീലനം കൃഷി വകുപ്പ് മുഖേന നൽകും. ഒരു ബ്ലോക്കിൽ 100 ചെറുകിട യൂണിറ്റുകൾ, 2 വൻകിട യൂണിറ്റുകൾ, 3 പ്രിസർവേഷൻ യൂണിറ്റുകൾ, 2 പാക്ക് ഹൗസുകൾ, 10 കമ്പോസ്റ്റ് യൂണിറ്റുകൾ, 1 സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് അനുവദിക്കുക. ചെറുകിട കൂൺ ഉൽപാദക യൂണിറ്റുകൾക്ക് 11,250 രൂപ, വൻകിട കൂൺ ഉൽപാദക യൂണിറ്റുകൾക്ക് 2 ലക്ഷം രൂപ, പാക്ക് ഹൗസുകൾക്ക് 2 ലക്ഷം രൂപ തുടങ്ങിയ രീതിയിൽ സബ്സിഡിയും ലഭിക്കും. ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത ശിലാഫലകം സ്ഥാപിച്ചു. ജില്ലാ കോടതി അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ നിയമസേവന അതോറിറ്റി ഓഫീസിന് മുൻവശമാണ് ശിലാഫലകം സ്ഥാപിച്ചത്. ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത ശിലാഫലകം സ്ഥാപിച്ചു. ജില്ലാ കോടതി അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ നിയമസേവന അതോറിറ്റി ഓഫീസിന് മുൻവശമാണ് ശിലാഫലകം സ്ഥാപിച്ചത്. ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജിയുമായ KK ബാലകൃഷ്ണൻ ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി, ആലപ്പുഴ ജില്ലാ കോടതി സെന്ററിലെ വിവിധ ന്യായാധിപന്മാർ, കോടതി ജീവനക്കാർ, PL വിമാർ, STV സ്കൂളിലെ അധ്യാപകർ, SPC വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജ് ഇവിടെ വായിക്കുകയുണ്ടായി.
ഇപ്പോൾ പ്രിയാമ്പിളിൻ്റെ ആ ഒരു അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രശില്പികൾ വിഭാവനം ചെയ്ത ഭാരതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രിയാമ്പിളും അതുപോലെ തന്നെ നമ്മുടെ മൗലികമായിട്ടുള്ള കടമകളും നിർവഹിച്ചാൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഭാരതത്തെ വാർത്തെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും നല്ലൊരു ഭരണഘടനാ ദിനം ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള സൗജന്യ യൂണിഫോം വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പി ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം VB അശോകൻ ചടങ്ങിൽ അധ്യക്ഷനായി. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിൽ അധ്യക്ഷയായി. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും നടത്തി. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കയർ തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 5-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് കേരള കയർ വർക്കേഴ്സ് സെന്റർ CITU ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, കുട്ടികളുടെ അവകാശം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിവരുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ഈ മാസം 3-4 തീയതികളിൽ ആലപ്പുഴയിൽ പര്യടനം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.